ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫിലിം ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ഓൾറെഡി ഞാൻ മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ക്യാൻവ എടുത്ത് ക്യാൻവയിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാൻവയിൽ കസ്റ്റം സൈസിൽ നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ അതിൽ ക്യാൻവ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കിന് പ്ലസ് ഐക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം സൈസ് വരും. അതിൽ നമുക്ക് A4 വേണമെങ്കിലും സെറ്റ് ചെയ്യാം, A3 സെറ്റ് ചെയ്യാം, അങ്ങനെ 2-3 ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ചെയ്യുന്ന സെയിം നമുക്ക് എടുക്കുന്ന ആ ഒരു പ്രിൻറ്റിൻ്റെ തന്നെ സൈസിലാണ്. 4x12 ഇഞ്ചാണ് ഞാൻ ആ ഒരു ഫ്രെയിമിൻ്റെ സൈസ്. അപ്പോൾ അതാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഒറ്റ ഇതായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് 2 പ്രിൻ്റൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ A4 A3 അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ താഴെ ഒരു പ്ലസ് ഐക്കൺ ഇല്ലേ, ആ പ്ലസ് ഐക്കൺ ഞെക്കുക. പ്ലസ് ഐക്കൺ ഞെക്കുമ്പോൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരും. ആ എലമെൻറ്റ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് എലമെൻറ്റ്സിൽ നമ്മൾ ഫിലിം സ്ട്രിപ്പ് അല്ലെങ്കിൽ ഫിലിം റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് താഴേക്ക് വരും. അതിനകത്ത് പ്രോ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ പെയ്ഡ് ആണെങ്കിൽ നമുക്ക് പ്രോയൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പെയ്ഡ് അല്ല യൂസ് ചെയ്യുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ അതെടുക്കാൻ പറ്റാത്തത്. അപ്പം നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഫിലിം സ്ട്രിപ്പിൻ്റെ ഒരു എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പം ഞാനിതിനകത്തു നിന്ന് എടുക്കുന്ന ഒരു 3 ഉള്ളതാണ് ഞാൻ എടുക്കുന്നത്. അത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പല സൈസിനൊക്കെ ഉണ്ട് കേട്ടോ. ലാൻഡ്സ്കേപ്പിൽ ഉള്ള ഫോട്ടോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും പോർട്രേറ്റ് അങ്ങനെ ഉണ്ടത്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഇമേജ് ഫിലിം സ്ട്രിപ്പിൻ്റെ ഇതേപോലുള്ള എലമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഇമേജ് കൊണ്ടിട്ടും എഡിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത രീതിയാണ് കാണിക്കുന്നത്. ഇതന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പലതായ രീതിയിൽ നമുക്ക് നമ്മുടേതായ രീതിയിലൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാനിത് കൊണ്ടുവന്ന് ആ ഒരു സ്ട്രിപ്പ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റൊട്ടേറ്റ് ഐക്കൺ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കാണും. അപ്പോൾ അത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് നമുക്കിപ്പോൾ 7 ഫോട്ടോസാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ഒരു എലമെൻറ്റിൽ തന്നെ നമ്മൾ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ഐക്കൺ വരും. ആ ഡ്യൂപ്ലിക്കേറ്റും ഡിലീറ്റും അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഐക്കണിൽ ഞെക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഒറ്റ ഒരു സ്ട്രിപ്പ് മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് താഴെ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്ത് കൊടുത്ത് ഒരെണ്ണമായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ കൊണ്ടുവന്ന് നമ്മൾ വെക്കുക. ഇതിപ്പം സൈസ് ഒന്ന് മാറിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ നമുക്ക് ചെയ്താൽ മതി. അപ്പം നേരത്തെ നമ്മൾ എഡിറ്റ് ചെയ്തതിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്കിനകത്തേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡുണ്ട്. ഒന്നെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞതിനകത്ത് കയറിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കുക നമ്മുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ്. അതല്ലെങ്കിൽ നമ്മൾ താഴെ തന്നെ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിൽ നിന്ന് ഇമേജസ് എടുക്കുക നമ്മുടെ ഗാലറിയിലുള്ളത്. ഇങ്ങനെ 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് ഇമേജ് എടുക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ വരും. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൾഡേഴ്സൊക്കെ വരും. അപ്പോൾ ആ ഫോൾഡേഴ്സിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് എടുക്കുക. അപ്പോൾ ഫോട്ടോസ് ഇവിടെ അപ്ലോഡ് ആവും. ഇതേപോലൊരു ഓപ്ഷൻ വരും. അപ്ലോഡ് ആയതിനു ശേഷം കൊണ്ടുവന്ന് നമ്മൾ അകത്തേക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ക്രോപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് ക്രോപ്പ് ചെയ്യുക. അത് ആ ഫോട്ടോയിൽ നിൽക്കുമ്പം തന്നെ അഡ്ജസ്റ്റ് അങ്ങനെ ഫിൽറ്റേഴ്സൊക്കെ കണ്ടില്ല. അപ്പോൾ അതിനപ്പുറത്ത് ഓപ്ഷൻസ് ഉണ്ട്, ക്രോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. വെച്ചിട്ട് നമ്മൾ താഴെ നല്ലപോലെ അത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്യുമ്പോൾ അതിനകത്ത് നല്ലതുപോലെ ആവും. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോസ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതും ഓപ്ഷനുണ്ട്. പിന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ നഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് താഴേക്ക് മുകളിലേക്ക് സൈഡിലേക്കൊക്കെ നമുക്ക് മൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോസ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ വേറൊരു ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ആ ഫോട്ടോയുടെ സ്ഥാനത്ത് റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് നേരത്തെ അപ്ലോഡ് ചെയ്തതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ഫോട്ടോസ് റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അതിലും ഗാലറി ഉണ്ട്, അപ്ലോഡ് ഉണ്ട്. അതിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ അപ്ലോഡ് ആക്കാൻ പറ്റും ഫോട്ടോസ്. പിന്നെ സ്റ്റൈൽ ഞെക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡറിൽ ബ്ലാക്ക് കളർ ബോർഡേഴ്സ് വരും. അപ്പോൾ അതാകുമ്പോൾ ഈ ഫിലിം ഫ്രെയിം ആകുമ്പോൾ ആ ഒരു വൈറ്റ് അതൊക്കെ മാറിയിട്ട് ബ്ലാക്കിൽ ഒന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഡറൊന്നും അല്ല, അപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോസ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഫോട്ടോസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഫോട്ടോസ് ഈ 7 കോളത്തിലും നമുക്ക് ഫോട്ടോസ് വെച്ച് ജസ്റ്റ്
അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ആ കാണുന്ന ഓപ്ഷൻസ് തന്നെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻസൊക്കെ ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ക്രോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ ഉള്ള ഫോട്ടോസ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് കൊടുക്കുക. ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഭാഗം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിലിട്ട് നമുക്ക് റീസൈസ് ചെയ്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ബോർഡേഴ്സൊക്കെ സ്റ്റൈൽ കൊടുത്ത് ബോർഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തിക്നെസ്സിൽ ബോർഡറൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ ബ്ലാക്ക് കളറിൽ ഒന്നും കൂടി എടുത്ത് കാണിക്കാം ഒരു ഫില്ലിംഗ് സ്ട്രിപ്പിൻ്റെ. അപ്പം അങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോ ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ആക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡോക്യുമെൻറ്റിൽ നമ്മുടെ ഏത് ഫയലാണോ എടുക്കേണ്ടത് അത് എടുത്തുകൊണ്ടാണ് നമുക്ക് വീണ്ടും എടുക്കേണ്ടാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്യുകയാണ്. ഈ 7 കോളത്തിൽ നമ്മൾ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തിക്നെസ് ആ ബോർഡറിൻ്റെ തിക്നെസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇപ്പം നമ്മൾ 7 ഫോട്ടോസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും റൈറ്റിങ്സോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇതെടുക്കുക. ടെക്സ്റ്റ് എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് സബ് ഹെഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഹെഡിങ് ആണെങ്കിൽ കുറച്ചും കൂടെ ഫോണ്ട് വലുപ്പത്തിലൊക്കെ വരും. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഫോണ്ടിൻ്റെ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു 4 hour എന്ന് മാത്രം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോണ്ട് കണ്ടില്ല ഹാൻഡ് റൈറ്റിങ്, കോർപ്പറേറ്റ് അങ്ങനെ പല ഫോണ്ടുണ്ട്, ഫോണ്ട് സ്റ്റൈലുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്കിത് വേണമെങ്കിൽ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാം. കുറച്ച് വലിയ കോഡ്സൊക്കെ ആണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ വെക്കാം. എങ്ങനെ വേണമില്ല അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വെക്കുക. ആ ഒരു ഫ്രെയിമിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറ്റാം, കളർ മാറ്റാം, അങ്ങനെ പല ഓപ്ഷൻസ് അവിടെയുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഡൗൺലോഡ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ നമ്മൾ മേളിൽ 2 ഇത് കണ്ടില്ലേ, അതിൽ താഴേക്ക് ഉള്ളത് കൊടുക്കുകയാണെങ്കിൽ സേവ് ഇമേജ് ആയിട്ട് സേവ് ചെയ്യും. അതെല്ലാം മേളിലോട്ടുള്ള അറിയില്ല, അതാണെങ്കിൽ അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട് ക്ലാരിറ്റിയിൽ കിട്ടും. നമുക്ക് PNG, JPG അങ്ങനെ പല ഫോമാറ്റ് ഉണ്ട്. JPG എടുക്കുകയാണെങ്കിൽ ഇമേജ് ആയിട്ട് വരും. PDF പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രിൻ്റൊക്കെ എടുക്കാനാണെങ്കിൽ PDF പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുക. അത് പ്രിൻറ്റിൻ്റെ PDF ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. വാട്സാപ്പിലോട്ടോ നമുക്ക് പ്രിൻ്റ് എടുക്കുന്നിടത്തോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫയൽസിൽ തന്നെ ഇത് ഓൾറെഡി ഡൗൺലോഡായിട്ട് കിടക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. താങ്ക് യു ഫോർ